ഹലോ എവ്രി വൺ, എല്ലാവർക്കും മുബീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്, ഒരു കുക്കർ ബിരിയാണി. അപ്പോൾ നമുക്ക് കുക്കർ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് നല്ല തിന്നായിട്ട് അരിഞ്ഞ് കുറച്ച് സബോള, സ്ലൈസായിട്ട് അരിഞ്ഞ തക്കാളി, മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ പേസ്റ്റ് അല്ല, കുറച്ചൊന്ന് ക്രഷ് ചെയ്ത് ചതച്ചെടുത്തതാണ്. പിന്നെ കുറച്ച് ചിക്കൻ, ബിരിയാണിക്ക് ആവശ്യമായ ചിക്കനാണ്. അത് ഞാൻ നല്ല ബോണോട് കൂടിയ ചിക്കൻ എടുത്തിരിക്കുന്നത്, നല്ല അത്യാവശ്യം വലുപ്പമുള്ള പീസാണ് എടുത്തിരിക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ബോണുണ്ടെങ്കിലേ ആ ഒരു ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഏകദേശം 1 സ്പൂൺ നെയ്യ് ഞാൻ ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു. എന്നിട്ട് ഇത് ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യമായ മസാല ആഡ് ചെയ്യുകയാണ്. ഒരു സ്റ്റാർ, ഒരു 2-3 ഏലക്ക, കുറച്ച് ഗ്രാമ്പൂ, പിന്നെ ഒരു 5-6 കറുവാപ്പട്ട, പിന്നെ 2 ബേ ലീവ്സും കൂടെ ഞാൻ ആഡ് ചെയ്തു. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പം ഒരു പിടി കാഷ്യൂനട്ടും കിസ്മിസും ആഡ് ചെയ്യുന്നുണ്ട്. ഇതും ഒരു കളർ ചേഞ്ച് ചെയ്ത് വരുന്ന സമയം, അതായത് ഒരുപാട് ചേഞ്ച് ചെയ്യേണ്ട, മാറുന്ന സമയം തൊട്ട് നമ്മൾ കുറച്ച് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സബോള ആഡ് ചെയ്യുവാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പം എല്ലാവരും പറയത്തില്ല കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സോട്ടായിട്ട് കിട്ടുമെന്ന്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് സോട്ട് ചെയ്തു. അപ്പോൾ ഒന്ന് വാടി വന്ന സമയം, അത്യാവശ്യം ഒന്ന് വാടി വന്നാൽ മതി. ആ സമയത്തേക്ക് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, മുളകിൻ്റെ ആ ഒരു ചെറിയ ക്രഷ് ചെയ്തത് അത് ഞാൻ ആഡ് ചെയ്ത് അതിൻ്റെ ഒരു പച്ചമണം മാറിയപ്പം സ്ലൈസ് ചെയ്ത് വെച്ച് തക്കാളി, ഞാനൊരു ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, അതും കൂടെ ആഡ് ചെയ്തു. അതൊന്ന് വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമ്മൾ മസാലാസ് ആഡ് ചെയ്തു. ആഡ് ചെയ്യുന്ന മസാല എന്ന് പറഞ്ഞാൽ കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, പിന്നെ ഗരം മസാല എന്ന് പറഞ്ഞാൽ ഞാൻ പൗഡേർഡ് ഫോമിലല്ല ആഡ് ചെയ്തേക്കുന്നത്, കുറച്ച് ക്രഷ്ഡ് ആയിട്ടുള്ള രീതിയിലാണ്. ഇതെല്ലാം കൂടെ ആഡ് ചേർത്തതിന് ശേഷം മസാല മൂത്ത് വരുമ്പം ഞാൻ ഒരു 1/2 കപ്പ് തൈര് ചേർത്തു. തൈര് ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷമാണ് കുറച്ച് മല്ലിയിലയും കൂടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിലോട്ട് നമ്മുടെ ചിക്കൻ ഇടുമ്പോൾ ശ്രദ്ധിക്കുക, മസാല നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ഇളക്കാൻ. ചിക്കൻ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് കുറച്ച് നേരം നമ്മൾ ഇളക്കണം. ഒരു 2-3 മിനിറ്റ് കൈ എടുക്കാതെ ഇളക്കിയാൽ മാത്രമേ അത് ആ ഒരു കറക്റ്റ് രീതി നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അത് ഞാൻ ആ 1 ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ്സിലാണ് ഞാൻ അരി അളന്നെടുത്തത്, അതുകൊണ്ട് ആ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. എന്നിട്ട് നമ്മൾ കുക്കർ അടച്ച് വെക്കുക. കുക്കർ ഒരു 3 to 4 വിസിൽ കേൾക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം കുക്കർ ആവി പോയി കഴിയുമ്പോഴത്തേക്കിനും കുക്കർ തുറന്ന് കഴിയുമ്പോൾ നമുക്ക് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു 3-4 വിസിലോളം അടിച്ചിട്ടുണ്ട് എൻ്റെ കുക്കറിൽ. അപ്പോൾ എനിക്ക് നന്നായിട്ട് വെന്തിട്ട്, അപ്പോൾ അധികം ഇളക്കണ്ട, അപ്പം പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് വെന്തത് കൊണ്ട്. ഇനി ഈ ചിക്കനകത്തോട്ട് നമ്മൾ റൈസ് ചേർക്കുവാണ്. ഞാൻ ദാവത്തിൻ്റെ ബസ്മതി റൈസ് ഒരു 10 to 15 മിനിറ്റ്സോളം സോക്ക് ചെയ്ത് വെച്ചതാണ്. വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്ത് സോക്ക് ചെയ്ത് വെച്ചതാണ്. സോക്ക് ചെയ്ത് വെച്ചാലേ അത് അരി വലുതായി കിട്ടത്തുള്ളൂ നമുക്ക്. അപ്പം ഇതിൽ കുറച്ച് ഉപ്പ് കുറവുള്ളത് കൊണ്ട് നമുക്ക് അരിക്കും കൂടെ പാകത്തിനുള്ള, ചോറാകുമ്പോൾ ഉള്ള ആ ഒരു കറക്റ്റ് ഉപ്പിന് വേണ്ടി ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തു. എന്നിട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച റൈസ് ചേർക്കുക. ഈ സോക്ക് ചെയ്ത് വെച്ചാൽ റൈസ് വലുതാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച റൈസ് ചേർക്കുകയാണ്. ഈ റൈസ് നന്നായിട്ട് ഫുള്ളും ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. കണ്ടമാനം മിക്സ് ചെയ്യല്ല, പൊടിഞ്ഞു പോകും നമ്മുടെ ഇറച്ചി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു. അപ്പം മിക്സ് ചെയ്തിട്ട് ഞാൻ ആ കാണിച്ച ഗ്ലാസ്സിൽ ഒരു 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അറിയാമല്ലോ, 2 ഗ്ലാസ് അരി എടുത്താൽ നമ്മൾ എടുക്കുന്ന ഗ്ലാസ് അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം ആദ്യമേ ഒഴിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ഒഴിക്കുന്നത് ഒരു 2.25 കപ്പേ ഒഴിക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരി കുതിർത്ത് വെച്ചത് കൊണ്ട് അരിക്കകത്ത് വെള്ളമുണ്ട്. കുതിർന്ന അരി ആയത് കാരണം പെട്ടെന്ന് വേകുകയും ചെയ്യും. നമ്മൾ ഈ പറഞ്ഞ അളവനുസരിച്ച് ഒഴിച്ചാൽ, കുതിർത്ത് വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊരു 1/4 കപ്പ് വെള്ളം കുറച്ച് വേണം ചേർക്കാനായിട്ട്. ഇല്ലെങ്കിൽ ചോറ് നല്ല പായസം പോലെയാകും. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ്, എനിക്കങ്ങനെയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി
ഇനി നമ്മൾ ആ തിള വരുന്നത് വരെ നോക്കുക. നന്നായിട്ട് അരിയിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പം തിള വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കുക്കർ ഒന്നുകൂടെ അടച്ച് ഒരു 1 മുതൽ 2 വിസിൽ വരെ കേൾക്കുന്ന രീതിയിലാവണം കുക്കർ ആവാനായിട്ട്. അപ്പോൾ ഇപ്പോൾ കുക്കറിൽ 2 വിസിൽ അടിച്ചിട്ടുണ്ട്. ഞാൻ കുക്കർ ഓഫ് ചെയ്യുകയാണ്. കുക്കർ ഓഫ് ചെയ്തു. കുക്കർ തണുത്തതിന് ശേഷം മാത്രമേ കുക്കർ തുറക്കാവുള്ളൂ കേട്ടോ. കുക്കർ തുറന്ന് കഴിയുമ്പോൾ ഇങ്ങനെ നമുക്ക് നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് മാക്സിമം എടുക്കത്തുള്ളൂ ബിരിയാണിക്ക്. നല്ല സ്വാദിഷ്ടമായ ബിരിയാണി നമുക്ക് കഴിക്കാൻ പറ്റും. ഞാൻ അച്ചാറും കുറച്ച് റൈത്തയും പപ്പടമൊക്കെ കൂട്ടിയാണ് കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.